ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രമേശ് ചെന്നിത്തല ഇന്ന് SITക്ക് മൊഴി നൽകും. കൊള്ളയെ സംബന്ധിച്ച ചില വിവരങ്ങൾ ഒരു വ്യവസായി തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ഇതിലാണ് മൊഴിയെടുപ്പ്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയാകും രമേശ് ചെന്നിത്തല മൊഴി നൽകുക. അമൽ തേനമ്പറമ്പിലുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അമൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് വൈകിട്ടായിരിക്കും മൊഴി നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വ്യവസായി പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. നേരിട്ട് ഇക്കാര്യങ്ങൾ പറയാൻ വ്യവസായിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ നേരിട്ട് മൊഴി എടുക്കേണ്ട ആവശ്യമില്ലേ? അങ്ങനെയെങ്കിൽ അത്തരത്തിൽ കൂടി മൊഴി എടുക്കുമായിരിക്കുമോ SITയുടെ ഭാഗത്തു നിന്ന്? രമേശ് ചെന്നിത്തല പറയുന്നത് തന്നോട് വിദേശത്തുള്ള ഒരു വ്യവസായി, അദ്ദേഹം ഇപ്പോൾ കേരളത്തിലുണ്ട്, ഈ വ്യവസായി ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തി. ശബരിമലയിൽ നിന്നും നഷ്ടമായ സ്വർണം, ആ സ്വർണത്തിന് കേവലം സ്വർണത്തിന്റെ മൂല്യം മാത്രമല്ല, അതിനും അപ്പുറത്തേക്ക് കോടികൾ വിലമതിക്കുന്ന അയ്യപ്പന് മുന്നിലിരുന്ന സ്വർണമാണ്. അതിനാൽ തന്നെ ആ മൂല്യം എന്ന് പറയുന്നത് ഒരുപാട് അധികമാണ്. അത് അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കപ്പെട്ടിട്ടുണ്ട്. 500 കോടിയിലധികം രൂപയുടെ കച്ചവടമാണ് നടന്നിരിക്കുന്നത് എന്നൊരു വ്യവസായി തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അന്താരാഷ്ട്ര ഒരു കൊള്ള സംഘമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യമൊക്കെ ആണ് ഈ വ്യവസായി പറഞ്ഞത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഈ വ്യവസായി തന്നോട് ഈ കാര്യം പറയുമ്പോൾ ഈ വിവരങ്ങൾ SITക്ക് മുന്നിൽ പറഞ്ഞുകൂടെ എന്ന് രമേശ് ചെന്നിത്തല തിരിച്ചു ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിന് നേരിട്ട് മുന്നോട്ട് വരാൻ ചില പ്രയാസങ്ങളുണ്ട് എന്നറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തല തന്നെ ഈ വിവരങ്ങൾ പരാതിയായി SITക്ക് മുന്നിലേക്ക് നൽകിയത്. രമേശ് ചെന്നിത്തലയെ കഴിഞ്ഞ ദിവസം മൊഴിയെടുക്കാൻ വിളിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു, എത്താനും പറഞ്ഞിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നലെ ഒരു തിരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു. അതിനാൽ തന്നെ രമേശ് ചെന്നിത്തലയെ വിളിച്ചു വരുത്തി അതൊരു ചർച്ചയാക്കേണ്ട എന്നുള്ള തീരുമാനമായിരിക്കും ഒരു പക്ഷേ SITയെ കൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കാരണം. എന്തായാലും ആ ദിവസത്തെ മൊഴിയെടുപ്പ് ഉണ്ടായില്ല. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയോട് 3 മണിക്ക് ഈഞ്ചക്കലിലെ ഓഫീസിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. താൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതിനുശേഷം ഈ പറയുന്ന വ്യവസായി മൊഴിയെടുക്കാനും അതോടൊപ്പം തന്നെ രഹസ്യമൊഴി നൽകാനുമെല്ലാം വ്യവസായിയും തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് 3 മണിക്കാണ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുപ്പ് നടക്കുന്നത്. ശരി, വിശദാംശങ്ങൾ നൽകിയത് അമൽ തേനമ്പറമ്പിലാണ്. ഇന്ന് 3 മണിക്കാണ് മൊഴിയെടുപ്പ്. വിദേശത്തുള്ള ഒരു വ്യവസായി തന്നോട് വിവരങ്ങൾ വെളിപ്പെടുത്തി എന്നതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട മൊഴിയാണ് SITക്ക് മുന്നിൽ നൽകുക.